അസ്സലാമലൈക്കും. വലൈക്കും സലാം. മാഷാ അല്ലാഹ്, ഉഷാറായിണ്ടല്ല. എന്നാ പിന്നെ നേരം കളയണ്ടക്ക, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാല. ഈയൊക്കെ ഒരു പറുതിട്ട് കൊടുക്ക ചെല്ലേ. പോന്ന പോയി ആരെങ്കിലും കണ്ടിട്ട് ഇടങ്ങാറാവണ്ട. ശരിയാ. പള്ളിയിലോട്ടാ പോന്നു. ഈ കുന്ത്രന്റെ അടുത്ത് മാറ്റ്. സമയം വൈകിക്കണ്ട, പോരി. വാ, ഇറങ്ങ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം, ശാന്തി എന്നൊക്കെയാണ്. മുസ്ലിം എന്ന് വെച്ചാൽ വിധേയനാക്കപ്പെട്ടവൻ, കീഴ്പ്പെട്ടവൻ എന്നാണ്. അതായത് ഒരു മനുഷ്യൻ സർവേശ്വരനായ ഏകദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ അവന് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ പറ്റും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്നാ ഇനി ഷഹാദത്ത് കലിമ ചൊല്ലി ചടങ്ങ് തുടങ്ങാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതായത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് മനസ്സിൽ വിശ്വസിച്ച് ഉറപ്പിച്ച് 3 പ്രാവശ്യം നാവുകൊണ്ട് ഉച്ചരിക്കുന്നതോടുകൂടി ഒരാൾ മുസ്ലിം ആവുന്നതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടും. ബാക്കി മതവിധികളെല്ലാം വഴിയെ പഠിച്ചെടുത്താൽ മതി. അപ്പം ഇനി മോള് ഞാൻ പറയുന്നത് ഏറ്റു പറയണം. മോളെ, ആ മോതിരം അങ്ങോട്ട് മാറ്റിക്കാളി. ആ മോതിരേ അതങ്ങോട്ട് മാറ്റിക്കോളി. എന്നാ തുടങ്ങാല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോളെ ദാ ഇതേപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോളെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയാ. എന്നെ കൊണ്ട് പറ്റില്ല ആസിഫ്. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ ശീലിച്ച എൻ്റെ രീതികളും ദൈവങ്ങളും എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അത് പെട്ടെന്ന് എനിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഞങ്ങളങ്ങോട്ട് വിളിച്ചു വരുത്തി എന്തിനാ മോനെ? വെറുതെ ആളെ മക്കാറക്കാനായിട്ട്. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഹലോ, യാ അല്ലാഹ്. നമുക്ക് ആസിഫിൻ്റെ വീട്ടിൽ പോവാം. ഞാൻ മാറാം, മതം മാറാം.